ഹലോ, എല്ലാവർക്കും ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പാചകം ചെയ്യുന്നത് അച്ചായൻ സ്റ്റൈൽ ബീഫ് സ്റ്റൂ ആണ്. അപ്പോൾ നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓൾ സ്പൈസസ് ആഡ് ചെയ്യാം. ഓൾ സ്പൈസസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. വാടി കഴിയുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ആഡ് ചെയ്യുകയാണ്. ചുവന്നുള്ളി ഏകദേശം ലൈറ്റായിട്ട് വാടിയിട്ടുണ്ട്. സവോളയും കൂടി ആഡ് ചെയ്യുക. ലേശം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വാടിയാലോ നല്ല ക്രീമി സ്റ്റൈലിൽ നമുക്ക് ഇത് കൊടുക്കേണ്ടത്. ഒത്തിരി വൈറ്റ് പോകാനും പാടില്ല. ലൈറ്റ് ക്രീം കളറിൽ ആണ് നമ്മൾ അച്ചായൻ സ്റ്റൈൽ ബീഫ് സ്റ്റൂ റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം മസാല ഇടാനുള്ള പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല ഇട്ടാക്കാം ഓരോന്നായി. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ പെരിഞ്ചീരകം പൊടിച്ച് വെച്ചതാണ്. ഇതും നമ്മൾ കുറച്ച് ആഡ് ചെയ്യുകയാണ്. ഗരം മസാല നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് സോട്ട് ചെയ്യുക. എന്നിട്ട് പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബീഫ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ ചേർന്ന് നല്ല പരുവായിട്ടുണ്ട്. ക്യാരറ്റും പൊട്ടറ്റയും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അരമുറി തേങ്ങാപ്പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് അച്ചായൻ ബീഫ് സ്റ്റൂവിലേക്ക്. അപ്പോൾ നമ്മളത് ഒഴിക്കാനുള്ള പരിപാടിയാണ്. തിക്കൻസിന് വേണ്ടിയിട്ട് കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അച്ചായൻ സ്റ്റൂവിൻ്റെ പൊട്ടറ്റയും ക്യാരറ്റും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തതാണ്. കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഏലക്കപ്പൊടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അച്ചായൻ സ്റ്റൈൽ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്.
ഇത് നമുക്ക് സെർവിങ് പാനിലേക്ക് മാറ്റാം. ഇന്നത്തെ അച്ചായൻ സ്റ്റൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡിൽ കാണാം.